കണ്ണൂർ കാക്കയങ്ങാട് കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് മയക്കുവെടി വെച്ചത്. പുലിയെ കൂട്ടിലാക്കി ആറളം RRTയിലേക്ക് മാറ്റി. ഇവിടെ സംബന്ധിച്ചും അനിതര സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. അതിരാവിലെ റബ്ബർ ടാപ്പിങ്ങിനും മറ്റും പോകുമ്പോൾ യാതൊരു തത്വദീക്ഷയില്ലാതെ മൃഗങ്ങൾ ആക്രമിക്കുന്ന അവസ്ഥ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ ഇല്ലാതാക്കണം. എത്രയും പെട്ടെന്ന് ആനമതിൽ പണി പൂർത്തിയാക്കണമെന്നും മറ്റു വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ത് വില കൊടുത്തും തടയണമെന്നുമാണ് ഒരു നാട്ടുകാരൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. ചെറിയ മോളും ഓനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ രാവിലെ അങ്ങനെ ഇങ്ങോട്ട് ഓടി വന്നത് കറഞ്ഞിട്ട് വേറെ ആരും ഇല്ലേനും ഇവിടെ. മറ്റേ അവൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലായതുകൊണ്ട് ഓളം അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയിനു. വരുന്ന കാണുമ്പോൾ ഇവൻ പറഞ്ഞ് ആടയുണ്ടാവാൻ പൊലിയത്തിട്ടെന്ന്. ഏടിയെ ചത്തിട്ടില്ല, ആടയുണ്ട് കുടുങ്ങിയിട്ടെന്നെല്ലാം പറഞ്ഞ്. എല്ലാം കൂടി പിന്നെ പേടിയായില്ലേ. പുലീനെയും കണ്ട് എല്ലാത്തിനെയും കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടി വന്ന് അങ്ങനെയാണ് ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. ശാശ്വത പരിഹാരം വേണം നമുക്കെന്ന് ചെയ്ത് നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തവരാണ്. അത് പുലി വന്ന് ഇതിലെ കൂടി കയറി എന്നിട്ട് അതിലെന്തോ മുള കുടുങ്ങിയിട്ടാണ് അത് അവിടെ പോയിട്ട് വയറിന് കുടുങ്ങിയിട്ടുള്ളത്. വേറെ അവിടെ കെട്ടിയതൊന്നുമല്ല, 2 കുന്ന് പോലെയുണ്ട് സ്ഥലം. ആ കുന്ന് പോലത്തെ സ്ഥലത്താണ് അത് കുടുങ്ങി വീണത്. ചെറിയൊരു വയറുണ്ട്. വേറെ എങ്ങനെയും സംഭവിച്ചല്ലത്. ആരും ഒരു കുടുക്കോ ഇടാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല. രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇവൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്നതാണ്. അപ്പോൾ നായി പെട്ടെന്ന് പോയത് കൊണ്ടാണ് കണ്ടത് കൊണ്ടാണ് എൻ്റെ മോൻ തന്നെ രക്ഷപ്പെട്ടത്. ഇവിടെ പന്നീൻ്റെ ശല്യം കൂടുതലാണ്. സന്ധ്യക്കൊന്നും രാത്രി ഒന്നും റബ്ബർ വെട്ടാൻ പോകാനാവില്ല. ഇതാദ്യമായിട്ടാണ് ഈ ഇവിടെ പുലി വന്നത്. ഏത് സമയം നോക്കിയാൽ ഈ ചുറ്റുവട്ടത്ത് കംപ്ലീറ്റ് പന്നിയല്ലാണ്ട് വേറെ ഒരു സാധനം കാണാനില്ല. കൃഷി നശിപ്പിക്കുക ഇതന്നെ ഇവിടെ സ്ഥിരം ഇതായി. എവിടെയും പോകാനാണ് ഇതിലെ കൂടി തന്നെ. രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ പന്നീൻ്റെ ശല്യം തന്നെ. ഒരു വയലിൽ വരെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കണ്ട സ്ഥിതിക്ക് ഇനിയൊന്നും നമുക്കിപ്പോൾ ഇത് പേടിച്ചിട്ട് തന്നെ ഇറങ്ങാൻ പറ്റില്ല. ഇതിനൊരു പരിഹാരങ്ങൾ കാണണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് തന്നെ.